ഹലോ ഫ്രണ്ട്സ്, ഫയർമാൻ ഫയർവുമൺ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ചെറിയൊരു ഭാഗമുണ്ട്. അത് നോക്കാം നമുക്ക്. ഓക്കെ, അഗ്നിശമന മാർഗങ്ങൾ ആ ഏരിയ നോക്കാം. അഗ്നിശമന മാർഗങ്ങൾ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് സ്റ്റാർവേഷൻ, അത് കഴിഞ്ഞിട്ട് സ്മൂത്തറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിങ്, കൂളിംഗ്, ഇൻഹിബിഷൻ ടു ചെയിൻ റിയാക്ഷൻ, അങ്ങനെ 4 ഏരിയകൾ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ധനത്തിനെ നീക്കം ചെയ്തിട്ട് തീ അണയ്ക്കുന്ന രീതിയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഒരു വലിയൊരു കാട് കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു തലക്കുന്ന് കത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പകുതിയോളം നശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാരലായിട്ടുള്ള ഒരു ഏരിയ, ഇങ്ങോട്ട് തീ പിടിക്കുന്നുണ്ട്, പാരലായിട്ടുള്ള ഏരിയ നമ്മൾ മരമൊക്കെ വെട്ടി മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തേക്ക് തീ പിടിക്കൂല. അതാണ് സിമ്പിളായിട്ട്, അതാണ് സ്റ്റാർവേഷൻ. വലിയൊരു കാട് കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ പോയിട്ട് കുറച്ച് ഏരിയ വെട്ടി, അപ്പോൾ പുറത്തേക്ക് തീ പിടിക്കുന്നത് ഇല്ലാതെയാക്കി. അപ്പോൾ അയാൾ നാട്ടിൽ സ്റ്റാറായി. ഓക്കെ, അത്ര ആലോചിക്കുക സിമ്പിളായിട്ട്. ഇനി അടുത്തത് പറഞ്ഞാൽ ബ്ലാങ്കറ്റിങ് അല്ലെങ്കിൽ സ്മൂത്തറിങ്. അതെന്ന് പറഞ്ഞാൽ ഗ്യാസും കുറ്റി ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ നമ്മൾ ഒരു കമ്പിളി പവപ്പ് എടുത്ത് വെള്ളത്തിൽ നനച്ചു, ആ ഗ്യാസ് കുറ്റീൻ്റെ മേലിട്ടു. അപ്പോൾ അതിന് ഓക്സിജനുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് നശിച്ചിട്ട് തീ കെട്ടു. അത്രേ ഉള്ളൂ ബ്ലാങ്കറ്റിങ് അല്ലെങ്കിൽ സ്മൂത്തറിങ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഒരു മാർഗ്ഗമാണ് കൂളിംഗ്. കൂളിംഗ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ മാർഗ്ഗം കൂളിംഗ് ആണ്. ഫയർ ഫോഴ്സും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് കൂളിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ താപത്തിനെ നീക്കം ചെയ്യുക. താപത്തിൻ്റെ ഒരു അളവ് കുറയ്ക്കുക. വെള്ളം ഒഴിച്ചാൽ താപത്തിൻ്റെ അളവ് കുറയും. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ വെള്ളം ഒഴിക്കുമ്പോൾ താപത്തിൻ്റെ അളവ് കുറയും. അതാണ് കൂളിംഗ്. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട്. ഇനി അടുത്തൊരു ഏരിയ പറഞ്ഞാൽ ഇൻഹിബിഷൻ ടു ചെയിൻ റിയാക്ഷൻ. അതെന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കിൾ ഇല്ലാതെ ആവും, അങ്ങനെ തീ അണയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇൻഹിബിഷൻ ടു ചെയിൻ റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ഏരിയ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു.